ഇന്ത്യൻ കായികപ്രേമികൾക്ക് പരിചിതമായ പേരാണ് പ്രജ്ഞാനന്ദയുടേത്. മാഗ്നസ് കാൾസൺ എന്ന ചെസ് ജീനിയസിനെ പലതവണ അടിയറവു പറയിച്ച ഇന്ത്യൻ താരമെന്ന നിലയിൽ പ്രജ്ഞാനന്ദ പലതവണ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിലും വൈശാലി പലപ്പോഴും പ്രജ്ഞാനന്ദയുടെ സഹോദരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ജേതാവായി ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിലേക്ക് യോഗ്യത നേടിയതോടെ സഹോദരന്റെ നിഴലിൽ നിന്ന് പുറത്തു കടന്നിരിക്കുകയാണ് വൈശാലി. സൈപ്രസിൽ നടന്ന നിർണായക മത്സരത്തിൽ റഷ്യൻ താരം കതറീന ലാഗ്നോയെ പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കിയതോടെ നിലവിലെ ലോക ചാമ്പ്യൻ ചൈനയുടെ ജു വെൻജുനെതിരെ ലോക കിരീട പോരാട്ടത്തിന് മത്സരിക്കാനുള്ള യോഗ്യതയാണ് വൈശാലി നേടിയത്. ഇന്ത്യൻ വനിതാ ചെസ്സിന്റെ പുതിയ അധ്യായമാണ് ഇതിലൂടെ തുറന്നിരിക്കുന്നത്. വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ പങ്കെടുത്ത 8 താരങ്ങളിൽ റേറ്റിംഗിൽ ഏറ്റവും താഴെയായിരുന്നു വൈശാലി. അതായത് ഫേവറേറ്റുകളുടെ പട്ടികയിലൊന്നും വൈശാലിക്ക് ഇടമുണ്ടായിരുന്നില്ല. എന്നാൽ ശക്തമായ മനോധൈര്യവും സ്ഥിരതയുമാണ് വൈശാലിയെ തുണച്ചത്. ഫൈനൽ റൗണ്ടിലെ ഒരു പിഴവ് പുറത്തേക്കുള്ള വഴിയൊരുക്കാമെന്ന ഘട്ടത്തിലാണ് വൈശാലി ലാഗ്നോയെ നേരിട്ടത്. ക്ലിനിക്കൽ വിജയം സ്വന്തമാക്കിയ വൈശാലി 14 റൗണ്ടുകളിൽ നിന്ന് 8.5 പോയിന്റോടെയാണ് ഒന്നാമതെത്തിയത്. കോനേരു ഹംപിക്ക് ശേഷം വീണ്ടും ലോക കിരീട പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ വനിതാ താരം എത്തുന്നുവെന്നത് ഇന്ത്യൻ ചെസ്സിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. വനിതാ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് വൈശാലി. ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനായ ജു വെൻജുനാണ് വൈശാലിയുടെ എതിരാളി.